പ്രിയേക ദൈവത്തിൻ്റെ ധന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, അല്പനേരത്തെ നോമ്പ് ചിന്തകൾക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ ലേവിയെ തൻ്റെ സുവിശേഷ വൃത്തിക്കായി തിരഞ്ഞെടുക്കുന്നതാണ് ആദ്യ ഭാഗം. അവൻ ആയിരിക്കുന്ന ചുങ്കസ്ഥലത്ത് നിന്ന് ക്രിസ്തു അവനെ വിളിക്കുമ്പോൾ മനസ്സോടെ ക്രിസ്തുവിന് പുറകെ ഇറങ്ങുന്ന ലേവിയാണ് നാം ഇവിടെ കാണുന്നത്. നാം ഓരോരുത്തരുടെ ജീവിതത്തിൽ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ സ്വയം സമർപ്പിച്ച് അവന് വേണ്ടി ജീവിക്കുന്നവരും അവന് വേണ്ടി പ്രവർത്തിക്കുന്നവരും ആയിത്തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണമെന്ന് ഈ വിശുദ്ധ വേദഭാഗം നമ്മോട് പറയുന്നു. പിന്നീട് ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമായി ഇവിടെ മർക്കോസ് വിവരിക്കുന്നുണ്ട്. രോഗസുഖമുള്ളവരെ അല്ല, മറിച്ച് രോഗികൾക്ക് വേണ്ടിയിട്ടാണ് ക്രിസ്തു വന്നത് എന്ന് വളരെ വ്യക്തമായി പറയുന്നു. മനുഷ്യന് അവൻ്റെ പാപമംഗലമായ ജീവിതത്തിൽ അവൻ നശിച്ചു പോയപ്പോൾ അവയെ വീണ്ടെടുക്കുവാൻ ദൈവം മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വരികയും തൻ്റെ മനുഷ്യാവതാര പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ജനങ്ങളെ അവരുടെ പാപങ്ങളെക്കുറിച്ച് അവരോട് ബോധ്യപ്പെടുത്തുകയും അവർക്ക് പാപമോചനവും രോഗസൗഖ്യവും നൽകുകയും അവരെ തൻ്റെ പന്തിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തവനാണ് ക്രിസ്തു. ഈ ഒരു വാഗ്ദാനം ഇന്നും നമുക്കും ക്രിസ്തു തരുന്നുണ്ട്. പക്ഷേ ആ വിളി കേട്ട് ക്രിസ്തുവിന് മുമ്പാകെ വന്നുകൊണ്ട് സത്യാനുതാപത്തോടും കണ്ണുനീരോടും കൂടി നമ്മുടെ കുറവുകളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തിൽ നിന്നും പാപപരിഹാരം പ്രാപിച്ച് വിശുദ്ധ കുർബാനയുടെ അനുഭവം, ക്രിസ്തുവുമായിട്ടുള്ള ഒരുമിച്ചുള്ള അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് ഈ വേദഭാഗം നമ്മെ വിളിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ സുവിശേഷവാഹകരായി, ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളുടെ ഭാഗമായി ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു തരുവാൻ ഈ വേദഭാഗം നമ്മോട് ആവശ്യപ്പെടുന്നു. മൂന്നാമതായി, പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ആവശ്യകതയെപ്പറ്റി അവസാനം പറഞ്ഞു നിർത്തുകയാണ്. മണവാളൻ കൂടെയുള്ള അവസരത്തിൽ തോഴ്മക്കാർ സന്തോഷത്തോടെ ആ ഉത്സവത്തിൻ്റെ പ്രതിനിധി നിലനിർത്തുന്നത് പോലെ ക്രിസ്തു നമ്മളിലേക്ക് വരുന്ന വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിൽ നാം ഉപവാസമൊക്കെ വെടിഞ്ഞ്, കുർബാനയ്ക്ക് ശേഷം ഉപവാസമൊക്കെ വെടിഞ്ഞ് ആയിരിക്കുന്നത് പോലെ, എന്നാൽ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി നോക്കിപ്പാർക്കുന്ന ഒരു സമൂഹമുണ്ട്. ആ ഒരു രക്ഷാകരമായ വിളിയിലേക്കും പ്രത്യാശയിലേക്കും ക്ഷണിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അത്തരത്തിൽ ദൈവമുമ്പാകെ ക്ഷണിക്കപ്പെട്ടവരായ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ പരിശുദ്ധ സഭ നമുക്ക് നോമ്പ്, ഉപവാസം, പ്രാർത്ഥന, ജാഗരണം, കുമ്പിടിയിൽ ഇതൊക്കെ ക്രമീകരിച്ച് തന്നിട്ടുണ്ട്. അത്തരത്തിൽ ഉപവാസത്തിൽ പ്രത്യേകിച്ച് നോമ്പിൻ്റെ പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിന്റെ നോമ്പിലും ഉപവാസത്തിലും സ്നേഹത്തെ നീ കലർത്തുന്നില്ല എങ്കിൽ അത് വ്യർത്ഥമാണ്. അതുകൊണ്ട് ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായി
വേദനപ്പെടുന്നവൻ്റെ വേദനയിൽ അവനോടുകൂടെയായി അവനോട് താതാത്മ്യം പ്രാപിച്ച് മറ്റുള്ളവരെ അവൻ്റെ വേദനയിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവന്ന് മറ്റുള്ളവരെ കൂടെ കരുതുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകുന്നു. നമ്മുടെ നോമ്പിനും പ്രാർത്ഥനയും അനുഗ്രഹീതമാകും. അതിനോടൊപ്പം നമ്മുടെ പ്രാർത്ഥനകളും കണ്ണുനീരുകളും ദൈവസന്നിധിയിൽ സുഗന്ധധൂപമായി എത്തിച്ചേരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത്തരത്തിൽ നീതീകരണം പ്രാപിച്ച് ദൈവസന്നിധിയിൽ അനുഗ്രഹീതരായി ദൈവരാജ്യത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവസ്നേഹത്തെ മറ്റുള്ളവരിലേക്കും പകരുവാനും ഈ പരിശുദ്ധ നോമ്പ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.